ഹായ്, വെൽക്കം ടു പ്രെപ്സ്കെ. HSST നോട്ടിഫിക്കേഷൻ വന്നു. HSST നോട്ടിഫിക്കേഷന് ശേഷം അപേക്ഷിക്കാനുള്ള അവസാന തീയതി നമ്മുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നു. 4/2/2026 HSSTക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത്. 4-ാം തീയതി എന്ന് പറഞ്ഞാൽ നമ്മുടെ തൊട്ട് മുമ്പിലെത്തി, നാളെയാണ് ആ തീയതി. എല്ലാ തവണയും നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്. അതായത് ധാരാളം പേര് അപേക്ഷിക്കാനുള്ള അവസാന സമയം വരെ കാത്തിരിക്കും. എന്നിട്ട് എന്തെങ്കിലും ഈ അവസാന സമയത്ത് വരുന്ന എന്തെങ്കിലും ഒരു തിരക്ക് കൊണ്ട് ചിലപ്പോൾ അത് വിട്ടുപോകും. കാരണം നിങ്ങളിൽ ഭൂരിഭാഗം ആളുകളും ഇപ്പോഴും തന്നെ പല സ്കൂളുകളിലും പഠിപ്പിക്കുന്ന അധ്യാപകർ തന്നെയാണ്. നിങ്ങൾക്ക് പല തിരക്കുകൾ ഉണ്ടാവും സ്കൂളുമായി ബന്ധപ്പെട്ടിട്ട്. അപ്പൊ ചിലപ്പോൾ അത് വിട്ടുപോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അപേക്ഷിക്കാനുള്ള അവസാന തീയതി നമ്മുടെ മുന്നിൽ എത്തിക്കഴിഞ്ഞു. 4-ാം തീയതിയാണ്. നാളേക്കൊന്നും വെക്കരുത്. അപേക്ഷിക്കാനുണ്ടെങ്കിൽ ഇന്ന് തന്നെ അപേക്ഷിക്കുക. അപേക്ഷിച്ചതിന് ശേഷം നിങ്ങൾ അപേക്ഷിച്ചു എന്നതിന്റെ ആ ഒരു പ്രിന്റ് ഔട്ട് എല്ലാ തവണയും നമ്മൾ പറയുന്ന പോലെ തന്നെ അതൊന്ന് ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ ആപ്ലിക്കേഷന്റെ ആ ഒരു ഇതൊന്ന് ഡൗൺലോഡ് ചെയ്ത് വെക്കുക. കാരണം നമ്മുടെ അപേക്ഷ കാണാതാവുന്ന കാര്യങ്ങളൊക്കെ പണ്ട് LP UP എക്സാമിലൊക്കെ നമ്മൾ ഫേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒന്നും ഇനി ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കാം. എങ്കിൽ കൂടി നമ്മുടെ ഒരു സേഫ് സൈഡിന് അതും കൂടി ഒന്ന് എന്ത് ചെയ്തോളാം, നമ്മൾ ഒന്ന് ജസ്റ്റ് ഡൗൺലോഡ് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ അപേക്ഷിക്കാനുള്ള സമയമാണ്, മറന്നു പോകരുത്. HSST നോട്ടിഫിക്കേഷന്റെ ലാസ്റ്റ് സമയമാണ്. ഇനി നിങ്ങൾക്കറിയാം, ഇപ്പോൾ അപേക്ഷിച്ച് കഴിഞ്ഞാൽ തന്നെ പഠിക്കാൻ നിങ്ങളുടെ മുന്നിൽ കുറച്ച് സമയമുണ്ട്. കൃത്യമായ തയ്യാറെടുപ്പോടെ മുന്നേറി കഴിഞ്ഞാൽ ഏറ്റവും നല്ല റാങ്കിൽ നിങ്ങൾക്ക് ആ സ്വപ്ന ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കും. അപ്പൊ പഠിത്തം ഏറ്റവും നന്നായി പോവട്ടെ. അപേക്ഷിക്കാൻ വിട്ടു പോകരുത്. വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, അവസാന ദിവസത്തേക്ക് വെക്കരുത്. ഇന്ന് തന്നെ അപേക്ഷിച്ചോളണം. ഇനി അതുപോലെ തന്നെ വേറെ ഒരുപാട് നോട്ടിഫിക്കേഷന്റെ ലാസ്റ്റ് ഡേറ്റ് കൂടിയാണ് നാളെ. നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും യോഗ്യതയുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തോളണം, അപേക്ഷിക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എല്ലാം അപേക്ഷിക്കണം. അവസാന സമയത്തേക്ക് വെക്കരുത്. എല്ലാവർക്കും ഉള്ള ഒരു റിമൈൻഡർ ആയിട്ട് എടുക്കുക. അപ്പൊ ഇത്രയേ പറയാനുള്ളൂ. താങ്ക് യു.